Ladies, welcome back to Fashion Week Designs. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കാണുമ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിൽ ഈ സെയിം ഫാബ്രിക് നല്ല ഹെവി ആയിട്ട് വർക്ക് വരുന്ന രണ്ട് ടൈപ്പ് ഓഫ് ഡിസൈൻസ് ഉണ്ടായിരുന്നു. നല്ല ഞാനൊരു മദർ കാറ്റലോഗ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ തന്നെ സെയിം ഈ കോട്ടൺ ഹെക്കോബ സ്റ്റൈൽ ഇതുപോലെ കട്ട് വർക്കും ഷിഫ്ലി എംബ്രോയിഡറി വരുന്ന ഒരു പാറ്റേൺ ആണ്. ആ സെയിം ഓൾമോസ്റ്റ് സെയിം കളർ ചാർട്ടിൻ്റെ ഒരു സെറ്റും ഉണ്ട്. അതുപോലെ തന്നെ ഇനി അതല്ല കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ഷെയ്ഡ് വേണ്ടവർക്ക് അങ്ങനെയും ഒരു 3 കളർ ഷെയ്ഡ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഫാബ്രിക് സെയിം തന്നെയാണ്, ഡിസൈൻ പാറ്റേണിലാണ് ചേഞ്ച് വന്നേക്കുക. കോട്ടൺ ഹെക്കോബ പോലത്തെ വർക്കാണ്, ബട്ട് കോട്ടൺ ഹെക്കോബ അല്ല കേട്ടോ, ആ ഒരു ഫാബ്രിക് ആണ്. ഡീറ്റെയിൽസ് നോക്കാം. ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ്, ഒരു ബേബി ബ്ലൂവിൻ്റെ ഒരു ടോൺ വരും. വീഡിയോയിൽ ഇത് ബ്രൈറ്റ് ആണ്, ഇത്രയും ബ്രൈറ്റ്നെസ് ഇല്ല. എനിക്ക് കഴിഞ്ഞ ദിവസം കണ്ട ആ ഫാബ്രിക്കിന് ചെറിയൊരു വേരിയേഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ഈ ഒരു ഫാബ്രിക്കിന് കുറച്ചും കൂടെ സോഫ്റ്റ് ആണ്. അതായത് ഇതുണ്ടോ, ബാക്ക് സൈഡ് ഫ്രണ്ട് ഫുള്ളാണ് വർക്ക്, ഫ്രണ്ട് ബാക്ക് ഞാൻ ജസ്റ്റ് കാണിക്കാം. ഇതുണ്ടോ ചൂടെ അത്രയും തട്ടി വരുന്നില്ലെന്ന് തോന്നുന്നു, കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ട് കിടക്കും. മെയിൻലി ഒരു ഡെയിലി വെയർ സ്റ്റൈലാണിത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതിൽ ഇതുപോലെ ഷിഫോൺ ദുപ്പട്ടയിൽ താഴ്ഭാഗത്തായിരുന്നു ഈ ഒരു ബോർഡർ ചെയ്ത്. ഇതിൽ വരുമ്പം ഇത് ഈ പോർഷനിൽ ആ ഒരു ടോപ്പിന്റെ ഫാബ്രിക് അറ്റാച്ച് ചെയ്തിരുന്നു വിത്ത് ലേസ് ബോർഡർ. അഡീഷണലി നെക്സ്റ്റ് ബോർഡറിലും ലേസ് അറ്റാച്ച്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് അതിന്റെ ലുക്ക്. നല്ലൊരു പ്രീമിയം ആയിട്ടുള്ള ഡാർക്ക് കോറൽ ബേസ് ആയിട്ടുള്ള കോറൽ പീച്ച് കളർ ഷെയ്ഡ്, സെയിം പാറ്റേൺ, ടോപ്പ് ദുപ്പട്ട ബോട്ടം എല്ലാം ഒരേ കളർ ഷെയ്ഡ്സ് ആണ്. ഒരു ഡെയിലി വെയർ സ്റ്റൈലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സെറ്റാണ്. സോ അപ്പോൾ അതിലേക്ക് അടുത്ത കളർ ഷെയ്ഡ് വരുന്ന ഈ ഒരു ടോൺ ആണ്. അതായത് ഒരു ചെറിയ ഒരു ഗ്രീൻ്റെ ബ്ലെൻഡ് ഉണ്ട്, ഒരു സഫയർ ഗ്രീൻ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഷെയ്ഡാണ്, ലൈറ്റ് ഷെയ്ഡാണ്. അതായത് ഇതിൽ 3 പീസ്റ്റൽ പോലത്തെ കളർ ഷെയ്ഡ്സും വരുന്നുണ്ട്, 3 കളർഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്സും ഉണ്ട്. ഇതതിലെ കളർഫുൾ ടോൺ ആണ്, 3 കളർ ഷെയ്ഡ്സ് ഉണ്ട്. സെയിം ഫാബ്രിക് 1340 എല്ലാത്തിൻ്റെയും പ്രൈസ് വന്നിരിക്കുന്നത്. ഇതിൽ ഇത് സെയിം ഫാബ്രിക് തന്നെയാണ്, ആ ഒരു വർക്കിൽ ചെറിയ വേരിയേഷൻ ഉണ്ട്. മുന്നേ കണ്ടതിൽ കുറച്ചും കൂടെ ഹെവി കോട്ടൺ ഹെക്കോബ സ്റ്റൈലാണ്. ഇതിൽ ഇടയ്ക്കൂടെ ചെറിയ ഹെക്കോബ, കുറച്ചുകൂടെ കൂടുതൽ എംബ്രോയിഡറി വർക്ക്സ് ഇതിൽ കയറിയിട്ടുണ്ട്. ഇതെല്ലാം ഒരു മദർ കാറ്റലോഗ് സ്റ്റൈലാണ് കേട്ടോ, ഡെയിലി വെയർ സ്റ്റൈൽ നമുക്ക് യൂസ് ചെയ്യാം. ആൻഡ് വളരെ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു ദുപ്പട്ട, ഷിഫോൺ ദുപ്പട്ട. ഇതാണ് ലുക്ക്. അതിൻ്റെ തന്നെ ഡാർക്ക് ആയിട്ട് നിൽക്കുന്ന വയലറ്റ് കളർ, നല്ല ഒതുങ്ങി, അതായത് ഒരു ബോഡി ഹഗ്ഗിങ് രീതിയിൽ കിടക്കുന്ന ഒരു ഫാബ്രിക് ആണ്. സ്റ്റിഫ് അല്ല. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതായിരിക്കും കുറച്ചും കൂടെ, അതായത് ആ ഫാബ്രിക്കിന് കുറച്ചൊരു തിക്നെസ് ഉണ്ട്, ഇങ്ങനെ ഭയങ്കര ഫ്ലോയി ആയിട്ടില്ല. ഇത് അതിനെ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടെ ഒരു ഫ്ലോയി സ്റ്റൈലാണ്. ഇതാണ് ഇതിൻ്റെ ലുക്ക് വന്നിരിക്കുന്നത്. ദുപ്പട്ട ഷിഫോൺ ഫാബ്രിക്, ബോർഡറിൽ ടോപ്പിൻ്റെ അതേ ഫാബ്രിക്സിൻ്റെ ഒരു ബോർഡർ അറ്റാച്ച്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. 1340 പ്രൈസ്. സോ അപ്പോൾ അതിലേക്ക് ലാസ്റ്റ് കളർ വന്നിരിക്കുന്നത് ഈ ഒരു ഷെയ്ഡാണ്, ബ്ലൂ ബേസ് ആയിട്ട് നിൽക്കുന്ന കളർ ടോൺ ആണ്. അപ്പം 3 കളേഴ്സ് നല്ല കളർഫുൾ ആയിട്ടുള്ള കളർ ഷെയ്ഡ്സിൽ വരുന്നൊരു കാറ്റലോഗും 3 കളേഴ്സ് പേസ്റ്റൽ ആയിട്ട് നിൽക്കുന്ന ഇംഗ്ലീഷ് ടോൺസിൽ വരുന്നൊരു കളർ ചാർട്ടുമാണ്. ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നത്. അതായത് നമുക്ക് യൂസ് ചെയ്യുമ്പം നല്ല കംഫോർട്ട്, സിമ്പിൾ പാറ്റേൺ ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു സ്റ്റൈലാണ് നമ്മൾ ഇതിൽ ചെയ്തിരിക്കുന്നത്. നമുക്കിപ്പോഴും കോട്ടൺ ഹെക്കോബ അല്ല, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. 1340 പ്രൈസ്. താങ്ക് യു.